ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കുൽഫിയാണ്. ഞാൻ മുന്നേ 2-3 നല്ല കുൽഫിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നത് ക്യാരറ്റ് വെച്ചിട്ടാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫിയാണ്. അപ്പം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി മറക്കാതെ പ്രസ് ചെയ്യണം. ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ക്യാരറ്റ് കുൽഫി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസുള്ള 2 ക്യാരറ്റ്. കുക്കറിലാണ് കേട്ടോ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ക്യാരറ്റ് നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടിക്കോളും. നമ്മുടെ ക്യാരറ്റ് ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി കുൽഫിക്ക് വേണ്ടിയിട്ടുള്ള പാലാണ് എടുക്കുന്നത്. 2 കപ്പ് പാൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കുൽഫി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് 2 കപ്പ് പാൽ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടാട്ടോ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി. ഞാനൊരു 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്കാണ് കുൽഫിയിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് പാല് നമുക്ക് വറ്റിച്ചെടുക്കണം. അതിന് മുന്നായിട്ട് ഞാനിതിലേക്ക് കുറച്ച് സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 സ്ട്രാങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കണ്ട, ഇത് നിർബന്ധമുള്ള കാര്യമല്ല. ഇതിന് പകരം ഒരു ഏലക്ക ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എന്തായാലും ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലൊന്ന് ചൂടായി വരുന്നുണ്ട്. ഈ ഒരു കുൽഫി കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നല്ല ക്രീമിയായി കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ് പാലെടുത്തുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി മാത്രമേ ആവശ്യമുള്ളൂ. ഇനി കോൺഫ്ലോറിലേക്ക് നമ്മൾ ചൂടാക്കാൻ വെച്ച പാലുണ്ടല്ലോ, അതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഈ പാല് നമുക്ക് പകുതിയോളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അടുപ്പത്ത് തന്നെ വെക്കുക. പകുതിയോളം നമുക്ക് വറ്റിച്ചെടുക്കാം. വറ്റിച്ച് ചെയ്യുന്നതാണ് കുൽഫി ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളിതിലേക്ക് ക്രീമൊന്നും ചേർക്കുന്നില്ല. ഈ പാല് പകുതി ആവുന്ന വരെ നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു കുൽഫിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ പാല് കണ്ടില്ലേ, നല്ലോണം തിളച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഫ്ലെയിം ആണെങ്കിൽ പുറത്തേക്ക് അങ്ങ് മറിയും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കോൺഫ്ലോറിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കോൺഫ്ലോർ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും പറയുന്ന പോലെ ഇത് കുക്കായി കിട്ടിയാൽ നല്ലോണം അങ്ങ് തിക്കായി കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ കോൺഫ്ലോറൊക്കെ വെന്തിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നല്ല കളറൊന്നും ഉണ്ടാവില്ല, നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല കളറായി വന്നോളും. ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യുക. ഇതുപോലെ നല്ല ഓറഞ്ച് കളറൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റിൻ്റെ കളറ് കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കാം. ഇതും ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്, നിർബന്ധമായിട്ട് പറയുന്നില്ല. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മുടെ കുൽഫിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാല് പിരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല കൺസിസ്റ്റൻസി തന്നെ ആയിട്ടുണ്ട്. ഇനി അടുപ്പത്തുനിന്ന് മാറ്റാം.
ഒന്ന് റൂം ടെമ്പറേച്ചറിലാവാനാട്ടോ ഞാൻ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ക്യാരറ്റ് ചേർക്കുന്നതിന് മുമ്പേ ഉള്ള അത്രമാത്രം ചേർത്താൽ മതി. ക്യാരറ്റ് ചേർക്കുമ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെ ഫ്ലേവർ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള മോൾഡിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ മുമ്പേ ചെയ്ത 2 കുൽഫിയുടെ വീഡിയോയിലും കുൽഫി മോൾഡിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, അത് നാട്ടിലായിപ്പോയി. ഞാൻ പിന്നെ വാങ്ങിക്കാനും നിന്നിട്ടില്ല. ഇതുപോലുള്ള പേപ്പർ കപ്സിലാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. പേപ്പർ കപ്സ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയിട്ടുണ്ട്, കാരണം നമുക്ക് നല്ല സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഒരു 5 കപ്സ് എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഞാൻ പകുതിയോളം മാത്രമേ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പകുതിയോളം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റാം. കുൽഫി നമ്മൾ ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഓയിൽ പേപ്പറോ ക്ലീൻ റാപ്പോ വെച്ചിട്ട് കവർ ചെയ്യണം. നമ്മുടെ ഫ്രീസറിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ള സ്മെല്ലൊന്നും ഇതിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 5 മണിക്കൂർ ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കുൽഫിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കവർ മാറ്റാം. നമ്മൾ പുറത്തുനിന്നൊക്കെ കുൽഫി വാങ്ങുമ്പോൾ കാണുന്നില്ലേ, വെള്ളത്തിലേക്ക് മുക്കിയിട്ട് അവരത് വിടിയിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ കപ്പ് വെള്ളത്തിൽ മുക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളമാണ്, ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ, നല്ല ചൂടൊന്നുമില്ല. ഇനി ഇത് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാം. ഞാനിതുപോലെ കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. നല്ല സുഖമായിട്ട് തന്നെ കട്ട് ചെയ്യാം. നല്ല ക്രീമി ആയിട്ടുള്ള കുൽഫിയാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമല്ല ഇതിലെടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.